Dear students, in today's class, we will be continuing our classes for this residential status. Last day, we had studied about the basic conditions and additional conditions concerning to individual. Then, in that, I have said to you that is, the residential status of the individual can be divided firstly into two, resident and non-resident. Then this resident is again divided into resident and ordinary resident. Then resident but not ordinary resident. So, first of all, we have to study about resident and ordinary resident. In short, we will be saying ROR, resident, ordinary resident, ROR. Then the next category, that is resident but not ordinary resident. Then the last category, non-resident. So concerning the individual, there are three types of statuses: resident and ordinary resident, then resident but not ordinary resident, and non-resident. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം പറയാം റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ റെസിഡൻ്റ് ആണോ നോക്കിയതിന് ശേഷം റെസിഡൻ്റ് ആണ് എന്നുള്ള കണ്ടീഷൻസ് ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും റെസിഡൻ്റ് ആണ് എന്നുള്ള രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് നോക്കുന്നത്, റെസിഡൻറ്റിനെ വീണ്ടും രണ്ടായിട്ട് നോക്കുന്നു. ഓർഡിനറി റെസിഡൻ്റ് ആണോ ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നമ്മൾ നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ നെക്സ്റ്റ് പഠിക്കാനുള്ളത് എങ്ങനെയാണ് നമ്മൾ ഒരു അസസീനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണ് എന്ന് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുന്ന നിയമം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബേസിക് കണ്ടീഷൻസ് രണ്ടെണ്ണവും അഡീഷണൽ കണ്ടീഷൻസ് രണ്ടെണ്ണവും നമ്മൾ പഠിച്ചു. ബേസിക് കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഇന്ത്യയിലുണ്ടായിരിക്കണം, അസസി 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിലുണ്ടായിരിക്കണം. ദെൻ രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു 60 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലുണ്ടായിരിക്കണം, 60 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിലുണ്ടായിരിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ വരുന്ന 4 പ്രീവിയസ് ഇയറും കൂടിയിട്ട് എത്ര ദിവസം ഉണ്ടായിരിക്കണം, 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അതേമാതിരി തന്നെ നമ്മൾ അഡീഷണൽ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ വരുന്ന 10 പ്രീവിയസ് ഇയറിൽ 2 വർഷമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതേമാതിരി തന്നെ രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ വരുന്ന 7 വർഷത്തിനുള്ളിൽ 730 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം, 730 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും. അതിൽ ആദ്യം ബേസിക് കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് ആവണമെങ്കിൽ എന്താ പറയുന്നത്, മസ്റ്റ് സാറ്റിസ്ഫൈ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ. അതായത് നമ്മൾ 2 ബേസിക് കണ്ടീഷൻ പറയുന്നുണ്ടല്ലോ. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ, അതാണ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഓർ മോറും അതേമാതിരി തന്നെ അതിന് തൊട്ട് മുന്നേ വരുന്ന 4 വർഷം കൊണ്ട് 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും വേണം. അപ്പോൾ ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അഡീഷണൽ കണ്ടീഷൻസ്, അതായത് റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ വരുന്ന 10 വർഷത്തിൽ 2 വർഷം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതേമാതിരി തന്നെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ വരുന്ന 7 വർഷത്തിൽ 730 ദിവസവും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഈ 2 അഡീഷണൽ കണ്ടീഷൻസും ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആ റെസിഡൻറ്റിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. അപ്പോൾ നമ്മളിതിങ്ങനെ നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ ബേസിക് കണ്ടീഷൻ നോക്കും. അപ്പോൾ ഈ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും എന്തായി, റെസിഡൻ്റായി. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, ബേസിക് കണ്ടീഷനിൽ അഡീഷണൽ കണ്ടീഷൻ നോക്കും. അത് വെച്ചിട്ടാണ് ഈ അഡീഷണൽ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ റെസിഡൻറ്റിനെ ഓർഡിനറി റെസിഡൻ്റ് എന്നും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്നും നമ്മൾ വേർതിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ബേസിക് കണ്ടീഷനും ഒപ്പം 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് അസസി വിൽ ബി റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. അപ്പോൾ നമുക്ക് അതേമാതിരി തന്നെ ഇനി എങ്ങനെയാണ് നമ്മൾ നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനെ നമ്മൾ മനസ്സിലാക്കുന്നത് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ വെച്ചിട്ടാ, മസ്റ്റ് സാറ്റിസ്ഫൈ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷേ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഒരു അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് കാര്യമില്ല കേട്ടോ, 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, പക്ഷേ ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ 2 ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് 2 കേസിലും അങ്ങനെ തന്നെ. റെസിഡൻ്റ് ആകുമ്പോൾ 2 ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു ബേസിക് കണ്ടീഷനെങ്കിലും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം റെസിഡൻറ്റിനെ നമ്മൾ വീണ്ടും 2ആയിട്ട് നോക്കുകയാണ് ചെയ്യേണ്ടത്. ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ നോക്കുന്നത്, അഡീഷണൽ കണ്ടീഷൻ നോക്കുക. അഡീഷണൽ കണ്ടീഷൻ 2ഉം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഓർഡിനറി റെസിഡൻ്റ് ആയി. അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാണ്ട് വെറുതെ ബേസിക് കണ്ടീഷൻ 1 മാത്രം സാറ്റിസ്ഫൈ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ എന്തായി, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയി.
സോ ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. നൗ വി ആർ മൂവിങ് ടു നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ വേർതിരിച്ചത് ആദ്യത്തെ രണ്ടെണ്ണം, അതായത് RORനെയും RNORനെയും നമ്മൾ വേർതിരിച്ചത് ഒരു ബേസിക് കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെസിഡൻ്റ് ആണ്, എന്നിട്ട് നമ്മൾ അഡീഷണൽ കണ്ടീഷനിലേക്ക് നോക്കിയിട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നോൺ റെസിഡൻറ്റിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല, അസസി എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരിക്കില്ല, രണ്ട് ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ രണ്ട് ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ പിന്നെ അഡീഷണൽ കണ്ടീഷൻ നോക്കാൻ നിൽക്കുക വേണ്ട. അപ്പോൾ രണ്ട് ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്ത അസസി ആണെങ്കിൽ ദാറ്റ് അസസി വി വിൽ ബി കോളിംഗ് ആസ് നോൺ റെസിഡൻറ്റ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ എങ്ങനെ നോക്കുക, നമ്മൾ ആദ്യം ബേസിക് കണ്ടീഷനാണ് നോക്കും. ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി അദ്ദേഹം എന്താണ്, റെസിഡൻ്റ് ആണ്. അപ്പോൾ റെസിഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നോക്കണം ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോക്കണം. അപ്പോൾ ഈ ബേസിക് കണ്ടീഷൻ്റെ കൂടെ അഡീഷണൽ കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡിനറി റെസിഡൻ്റ് ആയി. അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയി. ഇനി ഇതിൽ ബേസിക് കണ്ടീഷൻ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ എന്തായി, നോൺ റെസിഡൻ്റ് ആയി. സോ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ഒക്കെ നമുക്ക് ചെയ്ത് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അതിൻ്റെ പ്രോബ്ലം വൈസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ നമ്മൾ ഇങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത്. അപ്പോൾ എപ്പോഴും പരീക്ഷയ്ക്ക് എല്ലായ്പ്പോഴും സ്ഥിരമായി ചോദിക്കുന്ന ഒരു കാര്യമാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ എന്നുള്ളത്. അപ്പോൾ ഇത് ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും ക്ലിയറായി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ റെസിഡൻ്റ് ആണെങ്കിൽ ഒരു ബേസിക് കണ്ടീഷനും ദെൻ രണ്ട് അഡീഷണൽ കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡിനറി റെസിഡൻ്റ് ആയി. ദെൻ ഒരു ബേസിക് കണ്ടീഷനും ദെൻ അഡീഷണൽ കണ്ടീഷൻ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയി. ഒറ്റ ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ നോൺ റെസിഡൻ്റ് ആയി. ഓക്കെ, സോ നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ ഓഫ് പേഴ്സൺ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, HUF. അപ്പം നമുക്കറിയാം കൂട്ടുകുടുംബ വ്യവസ്ഥിതിനെയാണ് നമ്മളിവിടെ HUF എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡൻ്റ് എന്നും നോൺ റെസിഡൻ്റ് എന്നും, ഇനി അതേമാതിരി തന്നെ റെസിഡൻ്റ് ആണ് എങ്കിൽ അതിനെ വീണ്ടും എന്തായിട്ട് തിരിക്കുന്നു, ROR എന്നും RNOR. ROR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്, മറ്റു കേസിൽ എന്താ പറയുന്നത്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ നോക്കുക. ഇതിൽ റെസിഡൻ്റ് ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് എന്ത് വേണം, ഈ മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് ROR ആണോ RNOR ആണോ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് റെസിഡൻ്റ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടുകുടുംബത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കുറേ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസ് ഇന്ത്യയിലുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ആയിരിക്കും അവരുടെ വരുമാനം എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ അതിൻ്റെ മെമ്പേഴ്സിന് പല രീതിയിലുള്ള വരുമാനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് അവരുടെ വരുമാനമായിട്ട് നമ്മൾ അവിടെ എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഇന്ത്യയിൽ റെസിഡൻ്റ് ആണോ എന്ന് പറയണമെങ്കിൽ ഇവരുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫെയർസ് ഈസ് സിറ്റുവേറ്റഡ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സാണ് അവർ ചെയ്യുന്നത് എന്ന് കരുതും. അപ്പോൾ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വരുന്ന കാര്യങ്ങൾ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എവിടെ നിന്നാണ് ചെയ്യേണ്ടത്, ഇന്ത്യയിൽ നിന്നാണ് മുഴുവനായിട്ട്. ഇനി മുഴുവനായിട്ട് തന്നെ വേണമെന്ന് നിയമത്തിൽ പറയുന്നില്ല, ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നില്ല, ഭാഗികമായിട്ടായാലും മതി. അപ്പോൾ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന HUF ആണ് എങ്കിൽ അത്തരം HUFനെ നമ്മൾ എന്തായിട്ടാണ് പറയുക, റെസിഡൻ്റ് എന്നാണ് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതിലെ ഒരു ടേം ഉണ്ടല്ലോ, ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ, അതന്നെയായിരിക്കും മറ്റേ നോൺ റെസിഡൻറ്റിൻ്റെ വ്യത്യാസം വരുന്നുണ്ടായിരിക്കുക. ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടാ, ഇഫ് ദ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അഫെയർസ് ഇസ് സിറ്റുവേറ്റഡ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ഇറ്റ് വുഡ് ബിക്കം എ നോൺ റെസിഡൻറ്റ്. അതായത് ആ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കൺട്രോളും മാനേജ്മെൻറ്റും ഇന്ത്യക്ക് പുറത്താണ് മുഴുവനായിട്ട് ചെയ്യുന്നത്, ഇന്ത്യക്ക് പുറത്തായിട്ടാണ് മുഴുവനായിട്ട് ചെയ്യുന്നത് എങ്കിൽ അത്തരം HUFനെ നമ്മൾ നോൺ റെസിഡൻറ്റ് എന്നുള്ള റെസിഡൻറ്റ് സ്റ്റാറ്റസ് ആണ് നമ്മൾ കൊടുക്കുക. ഇനി അപ്പോൾ നോൺ റെസിഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയ പണിയൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അസസിയുടെ കാൽക്കുലേഷൻ അവിടെ നിർത്താം. ഇനി ആ നോൺ റെസിഡൻറ്റ് ടാക്സ് ലയബിലിറ്റി എങ്ങനെയെന്നുള്ള കാൽക്കുലേഷൻ അത് നമുക്ക് നോക്കുക വേണ്ടു. പക്ഷേ റെസിഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതല്ല സ്ഥിതി. റെസിഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നോക്കണം എന്ത്, ROR ആണോ RNOR ആണോ, അതായത് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണോ, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോക്കണം. അപ്പോൾ ഇത് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ കാര്യങ്ങൾ ആരാ നടത്തുന്നതായിരിക്കുക, കർത്തയാണ് നടത്തുന്നുണ്ടായിരിക്കുക അല്ലേ. കർത്ത ആൻഡ് കോപ്പാസിനേഴ്സ്, അതല്ലേ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേര് കോപ്പാസിനേഴ്സ് എന്നും. അവിടുത്തെ ഭരണം നടത്തുന്നത്, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് നടത്തുന്നത് എപ്പോഴും ആരായിരിക്കും, കർത്തയായിരിക്കും, കാരണവരായിരിക്കും. അപ്പോൾ
കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, കർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആണല്ലോ. അപ്പോൾ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ അവിടെ നോക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മളിവിടെ ബേസിക് കണ്ടീഷൻ ഒന്നും നോക്കുന്നില്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്യും, ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ബേസിക് കണ്ടീഷൻ അല്ല കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം റെസിഡന്റ് ആണ് എന്നുള്ളത് എങ്ങനെ തീരുമാനിക്കുന്നത്, ആ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിൽ നിന്ന് മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ നടത്തുകയാണെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിനെ റെസിഡന്റ് എന്ന് പറഞ്ഞു. ഇനി ആ റെസിഡന്റ് ആയ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിനെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ് ആണോ, അതേ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കർത്തയുടെ കാര്യം നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻഡിവിജ്വലിന്റെ കേസിൽ അഡീഷണൽ കണ്ടീഷൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അഡീഷണൽ കണ്ടീഷനിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, ആ അഡീഷണൽ കണ്ടീഷൻ പ്രകാരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ വരുന്ന 10 വർഷത്തിൽ 2 വർഷം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതേമാതിരി തന്നെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ വരുന്ന 7 വർഷത്തിൽ 730 ദിവസത്തിലേറെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും കർത്ത സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, കർത്ത എന്തായി മാറും, ROR ആയി മാറും. അതായത് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആയി മാറും. ഇനി കർത്ത അത് സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ, അതായത് അഡീഷണൽ കണ്ടീഷൻ കർത്തയ്ക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്തായി മാറി, RNOR ആയി മാറുകയാണ് ചെയ്യുന്നത്. So by this we had completed the residential status of 2 types of persons, that is individual and Hindu undivided family. The remaining classes I will be sending to you on tomorrow. Thank you.